السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للمصلين الذين هم عن صلاتهم ساهون. قال نبينا وحبيبنا محمد صلى الله عليه وسلم: الدنيا مزرعة الآخرة شفيقك بدر الليل بل أنت أنبر ووجهك من ماء الملاهات أزهر وثلثك كافور وربعك أنبر وخمسك ياقوت والباقيك جوهر. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും ആദരവും നിറഞ്ഞ കാരണവന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധവും പരിപാവനവുമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം വരെയും നാം ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമായ ജീവിതം, പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ പരിശുദ്ധമായ കലിമത്തു ഷഹാദ ഉറക്കെ ഒരുപാട് പ്രാവശ്യം ഒതുവോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി അള്ളാഹുവിന്റെ നിക്കാഹിനെ കണ്ട് സന്തോഷിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞവര്, സുഖമില്ലാതെ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, ഉസ്താദുമാര്, അങ്ങനെ ഒരുപാട് ആളുകൾ, ക്യാൻസർ രോഗം ബാധിച്ചവര്, അർഹമുറാഹിമായ റബ്ബ് അവർക്കും നമുക്കും പരിപൂർണമായ ശിഫാവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ട് നമ്മുടെ ഈ ആൾക്കാരി പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, ഭാര്യമാരോ, സഹോദരങ്ങൾ, പിതാക്കന്മാർ, ഉസ്താദന്മാർ, അകാലങ്ങളിൽ പൊരിഞ്ഞുപോയ ചെറുപ്പമിഥുനങ്ങൾ, റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ പ്രിയപ്പെട്ടവരുടെ ഖബറിലേക്ക് അല്ലാഹു അതിന്റെ സവാബിനെ എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
മനുഷ്യൻ എന്ന പടപ്പിന്റെ സൃഷ്ടിപ്പിനായി റബ്ബുൽ സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത വസ്തു മിശ്രിതം ഭൂമിയിലെ മണ്ണാണ്. നമ്മളാകുന്ന ഈ മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മിശ്രിതം ഭൂമിയിലെ മണ്ണുകളാണ്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹു എടുത്ത മണ്ണുകൊണ്ടാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അത് അല്ലാഹു തആല പറയുന്നത്, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖുൽ ബശർ. ഓ മലക്കുകളെ, ഞാൻ ഭൂമിയിൽ മനുഷ്യരെ പടയ്ക്കാൻ പോവുകയാണ്. ഇന്നി ഖാലിഖുൽ ബശറൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്നും മണ്ണിനാൽ ഞാൻ അവരെ പഠിക്കുകയാണ്. അതുകൊണ്ട് ഫൈദാ സവൈതുഹു വനഫഖതു മിൻ റൂഹി, ഞാൻ അവരെ ചൊവ്വായി പടച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിന്റെ ഒരു അല്പം അവർക്ക് ഞാൻ ഊതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖഉ ലഹു സാജിദീൻ, ആ മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യണം. ബഹുമാനത്തിന്റെ സുജൂദ്, ആരാധനയുടെ സുജൂദല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുജൂദ് ആരാധനയുടെ സുജൂദല്ല. ആരാധനയ്ക്ക് അർഹൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അത് ആദരവിന്റെ ബഹുമാനത്തിന്റെ സുജൂദാണ്, ആരാധനയുടെ സുജൂദല്ല. അങ്ങനെ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ അവർക്ക് സുജൂദ് ചെയ്യുക. അങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും അല്ലാഹു മനുഷ്യരെ ഈ മനുഷ്യന്റെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം പരിശുദ്ധമായ സ്വർഗമാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കാൻ, അത് രൂപകൽപ്പന കൊടുക്കാൻ റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്ത സ്ഥലം സ്വർഗം. അപ്പോൾ നമ്മുടെയൊക്കെ തറവാട് സ്വർഗമാണ്. ആ സ്വർഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പഠിച്ചത്. അപ്പോൾ ആ സ്വർഗത്തിൽ താമസിക്കണമെങ്കിൽ അവിടെ കുറെ നിയമങ്ങളുണ്ട്, കുറെ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതേപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഒരു നിയമം വെച്ചു, ഒരു നിർദ്ദേശം കൊടുത്തു. എന്താണ്? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ഓ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ടവരും, ഉസ്കുൻ, നിങ്ങൾ ഇവിടെ താമസിക്കുക, ഫിഹാൽ ജന്നത്തി, ഈ സ്വർഗ്ഗത്തിൽ താമസിക്കുക. എന്നിട്ട് വകുലാ മിൻഹാ റഗദൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലം നിങ്ങൾക്ക് കഴിക്കാം. സ്വർഗ്ഗത്തിൽ ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഫലാ തഖ്റബ ഹാദിഹി ശജറ, ഈ കാണുന്ന മരത്തിൽ, ഈ കാണുന്ന ഫലത്തിന്റെ പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകി. പക്ഷേ അങ്ങനെ നിങ്ങൾ കഴിച്ചാൽ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അങ്ങനെ ഈ ഫലം നിങ്ങൾ കഴിച്ചാൽ തകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമങ്ങൾ ചെയ്തവരിൽ പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ അത് കഴിക്കരുത് എന്ന് മഹാനായ ആദം നബിയോട് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്, നിയമമാണ്. ഈ നിയമമാണ്, അതിനാണ് അബദ്ധം ആദം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചത്. ഇതേ നിയമം തന്നെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്കും അല്ലാഹു കൊടുത്തത്. അദ്ദേഹം സ്വർഗ്ഗത്തിലായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു ചെയ്ത നിർദ്ദേശം എന്തായിരുന്നു? ഫസ്ജുദ് ലഹു ആദമ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളോടും പറഞ്ഞപ്പോ അവിടെ അഹങ്കാരിയാകുന്ന ഇബ്ലീസ് പറഞ്ഞു, വെറും കളിമണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ട ആദമിന് ഈ തീ കൊണ്ട് പടയ്ക്കപ്പെട്ട ഞാൻ ആരാധന ചെയ്യുകയോ എന്നുള്ള ഒരു കിബർ അള്ളാഹുവിന്റെ നിയമത്തിന് എതിര് വന്നപ്പോൾ ആ ഇബ്ലീസിനെയും അള്ളാഹു പുറത്താക്കി. അപ്പോ ആദം നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു എന്നത് ആ ഫലം കഴിച്ചതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഇബ്ലീസിനെയും പുറത്താക്കി, ഈ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ഇബ്ലീസ് നമുക്ക് ആ മനുഷ്യനാകുന്ന ആ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് നമ്മളെ ഇവിടുത്തെ എല്ലാ എന്താകുന്നു ആ കാണുന്ന തറവാട് തിരിച്ചു പിടിക്കാൻ
ജീവിക്കാനും ആ തറവാട്ടിലേക്ക് ഇനി ഒരാളെയും കയറ്റുകയില്ല എന്നുള്ള വാശിയോട് കൂടിയാണ് ഇബ്ലീസ് ഇവിടെ കിടക്കുന്നതും. അതെല്ലാം നാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ആ തറവാട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റൂല, കേറരുത്, ഒരാളെയും ഞാൻ കേട്ടൂല എന്നുള്ള ശബ്ദമാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്കുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സ്വർഗം കാണാത്ത നമ്മള് ഇവിടെ സ്വർഗം നിർമ്മിക്കുകയാണ്. ഈ ദുനിയാവ് സ്വർഗം നിർമ്മിക്കുകയാണ്. ഈ ലോകത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. നമ്മൾക്ക് എങ്ങനെയും സുരക്ഷിതമായി ഇവിടെ ജീവിക്കണം. തുച്ഛമായ 60 70 വയസ്സ് വരെ നമ്മൾ ആയുസുള്ള ഈ ലോകത്ത്, അതേ ഈ ദുനിയാവ് നശ്വരമാണ്. നശ്വരമായ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി, ആർഭാടമായി ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മളെ സഹോദരങ്ങൾ അതിനെതിരെ വന്നാൽ അവരെ പേടിച്ച് നമ്മുടെ ജീവിതം നല്ല സുരക്ഷമാക്കാൻ വേണ്ടി, സന്തോഷമാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു സ്ഥലം തേടി പോകുന്നു. അങ്ങനെ സ്വസ്ഥമായുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സ്വസ്ഥമായ ജീവിതത്തിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എന്ത് കൊടുത്തും അതിനെ തടയും. അതാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ അധികാരങ്ങൾക്ക് വേണ്ടി സ്വസ്ഥമായി ജീവിക്കാൻ കണ്ടില്ലേ, നമ്മള് 1956 സ്വാതന്ത്ര്യം കിട്ടിയ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാൻ. ആ സുഡാനിൽ എന്താണ് നടക്കുന്നത്? ആരാണ് ചെയ്യുന്നത്? അധികാരത്തിന് വേണ്ടി സഹോദരങ്ങളെ തല്ലിക്കൊള്ളുന്ന ഒരു ദുനിയാവ് പോകുമ്പോൾ ആരാണ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതും മാറ്റമില്ലാത്ത കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് വ്യത്യസ്തമാണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? കണ്ടില്ലേ, 2-3 വർഷം മുമ്പ് പൗരത്വം നിഷേധിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് സുഖമായി ജീവിക്കാനും വേറൊരു വിഭാഗം ആളുകൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആക്കി കൊടുക്കാനുള്ള നിയമം വന്നപ്പോൾ അങ്ങനെ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭങ്ങൾ ചെയ്തത് കൊണ്ട് നമ്മൾ നേടിയെടുത്തത് വിജയങ്ങളാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കണ്ടില്ലേ, SIR എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന ഒരു നിയമം. അതിലാരും പേടിക്കേണ്ടതില്ല, ജാഗ്രത. നമ്മളെല്ലാവരും വോട്ട് ഉള്ളവരാണ് എന്നുള്ളത് ഉറപ്പാക്കുക. പ്രവാസികളായ ആളുകൾ അതിൽ നമ്മൾ പങ്കാക്കുക, അവരെയൊക്കെ നമ്മൾ ചേർക്കുക. നമ്മളാരും അതിൽ ബേജാറാകരുത്. ഇതിനു വേണ്ടി ആളുകൾ BLO ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അഡ്രസ് നമ്മളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളെല്ലാം നെട്ടോട്ടം ഓടുകയാണ്. എന്തിനാണ്? 60-70 വർഷം മാത്രമുള്ള ഈ ലോകത്ത് നമുക്ക് പൗരത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. SIRന്റെ പുറകിൽ BLO ഓഫീസർമാർ വരുമ്പോ അവർക്ക് നമ്മളെല്ലാം തെറ്റുകൂടാതെ രേഖകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ രേഖ ഉണ്ടാക്കാനും ഓടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മളെ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഓഫീസർ വരാനുണ്ട് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഈ നശ്വരമായ ദുനിയാവിൽ ആഡംബരം കൊണ്ട് നമ്മൾ കണ്ണഞ്ചി പോകുന്ന ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ രേഖയെല്ലാം ശരിയാക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ശാശ്വതമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് പോകാനുള്ള രേഖകൾ എന്തെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പരിശീലനം ചെയ്തിട്ടുണ്ടോ? അതേ, ഈ ലോകത്തിൽ നിന്ന് തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഓഫീസർ വരാനുണ്ട്. ആ ഓഫീസർ നമ്മളെ കൊണ്ടുപോകുമ്പോ ആ ഓഫീസർ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്, കബറ്. അതേ കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ നീ വാവിട്ട് കരയേണ്ടതാ. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതേ 2 അടി വീതിയോലും 2.5 അടി വീതിയും 6 അടി താഴ്ചയുമുള്ള ഒരു വീട്ടിലേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ പോകുന്ന വീട്ടില് അവർ 2 ഉദ്യോഗസ്ഥന്മാർ BLO ഓഫീസർമാർ വരുമ്പോൾ അവർ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ ദുനിയാവിലെ 60-70 വയസ്സ് കൊണ്ട് നീ എന്ത് നേട്ടമാണ്, എന്ത് പരിശീലനമാണ് ചെയ്തിട്ടുള്ളത്? അതേ ആ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിടക്കുന്ന ഖബറാളികൾ അവർക്കെല്ലാം അല്ലാഹു റാഹത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം അടക്കിയ കലാമു സാഹിബ് അല്ലാഹു അർഹമുർ റഹീം റബ്ബേ, ആ പിതാവിന്റെ എല്ലാ നന്മകളും സ്വീകരിച്ച് അല്ലാഹുവേ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദുആ ചെയ്ത ഞാൻ എന്റെ നാളെ ഖബറിലായിരിക്കും. അല്ലാഹു നമുക്കെല്ലാം ആയുരാരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖബറിലേക്ക് പോകുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാൻ BLO ആളുകൾ വരുമ്പോൾ മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അവിടെ ഒന്നാമത്തെ രേഖ എന്താണ്? ഇവിടെ നമ്മുടെ രേഖ എന്താണ്? നമ്മുടെ പേരുകൾ ക്ലിയറൻസ് അല്ലെങ്കിൽ പേര് ഇനിഷ്യൽ മാറിപ്പോയാൽ നമ്മളെ ദിവസങ്ങൾ എത്ര ദിവസം നമ്മൾ മെനക്കെട്ട് കൊണ്ടാണ് ഒരു ഇനിഷ്യൽ തെറ്റിപ്പോയതിന്റെ പേരിൽ നമ്മൾ എത്ര ഓഫീസുകൾ കയറിയിറങ്ങണം? എങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദര, ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള തുടക്കമാകുന്ന ഖബറുണ്ടല്ലോ, അൽ ഖബറു അത് മൻസിലുമിൻ മനാസിൽ ആഖിറ. ഈ ദുനിയാവിലെ 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ആലമുൽ അർവാൻ, അത് കഴിഞ്ഞുപോയ ഘട്ടമാണ്. ഈ ലോകത്തുള്ള എല്ലാ ആത്മാക്കളും സംഗീതം ചെയ്ത എല്ലാ ആത്മാക്കളും അതേ ഉൾക്കൊണ്ട ആ ആലമുൽ അർവാഹിൽ നമ്മൾ കഴിഞ്ഞു പോയവരാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ലോകത്തേക്ക് നമ്മൾ വന്നു. ഏതാണ്? അൽ ഉമ്മഹാത്തുൽ അർഹാമിൽ ഉമ്മഹാ, അത് ഉമ്മയുടെ ഗർഭാശയമാണ്. അവിടെ നമ്മൾ ചുരുകാലം താമസിച്ച് നമ്മൾ 3ാമത്തെ ലോകമാകുന്ന ആലമുദ്ദുനിയയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇനി നമുക്ക് ഒരു ലോകം കൂടി നമുക്ക് പോകാനുണ്ട്. അതാണ് ആലമുൽ ബർസഖ്. അല്ലാഹു സന്തോഷമായി നമുക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അവിടെ പോകേണ്ട രേഖ എന്താണ്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ തുച്ഛമായ 60-70 വയസ്സ് മാത്രം താമസിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ എല്ലാ രേഖകൾക്കും വേണ്ടിയും നെട്ടോട്ടം ഓടുമ്പോൾ ശാശ്വതമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വർഷങ്ങൾ താമസിക്കേണ്ട നമ്മളെ ഖബറും നമ്മുടെ മഹ്ശറയിലും അവിടേക്ക് പോകേണ്ടവർ നമ്മൾ എന്ത് രേഖയാണ് കൊണ്ടുപോകുന്നത്? ഒന്നാമത്തെ രേഖയായി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താണ്? വഅമിലുസ് സ്വാലിഹാത്ത്. ഒന്നാമത്തെ നിന്റെ രേഖ ഈമാനാകുന്ന രേഖയാണ്. ഈമാൻ എന്ന് പറയുന്ന പ്രകാശമാണ്. അത് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല. അത് നിന്റെ തൊണ്ടയുടെ ആ കഴുത്തിന്റെ താപ്പോട്ടിറങ്ങി നിന്റെ ഹൃദയത്തിൽ 350 തൂക്കം മാത്രമുള്ള നിന്റെ ഹൃദയത്തിലേക്ക് രൂഢമൂലമാകേണ്ട ഒരു കാര്യമാണ് ആ ഈമാൻ. ആ ഈമാൻ നിക്കുണ്ടോ? നമുക്കുണ്ടോ? അതാണ് ഈമാൻ. ആ ഈമാനാണ് ഒന്നാമത്തെ രേഖ. രണ്ടാമത്തെ രേഖ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? രണ്ടാമത്തെ രേഖ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടാമത്തെ രേഖ എന്താണ്? ഈമാൻ കഴിഞ്ഞ് എല്ലാവരും നമ്മളെ ഖബറിൽ കൊണ്ടുവച്ച് എല്ലാവരും പോയി. കള്ളു കുടിക്കാൻ വിളിച്ച കൂട്ടുകാരനില്ല, വ്യഭിചാരം ചെയ്യാൻ നമ്മൾ വിളിച്ച കൂട്ടുകാരനെ കാണാനില്ല, നമസ്കരിക്കാൻ ആലഞ്ചേരി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ സ്വലാ ഫലാ പറയുമ്പോ അത് കേട്ടിട്ടും പള്ളിയിലേക്ക് പോകാൻ കൂട്ടുകാർ സമ്മതിച്ചില്ല. മറ്റ് തമാശകളുമായി കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വാങ്ങിന്റെ ധ്വനി കേട്ടിട്ട് ആ പള്ളിയിലേക്ക് പോകാതെ മടി പിടിച്ചിരുന്ന മധ്യവയസ്കരായ ആളുകളെ, പിതാക്കന്മാര്, സഹോദരങ്ങള്, നമസ്കാരം എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിച്ച് നടന്നവര്, ആ ആളുകൾ മരണപ്പെട്ട് ഈ കാണുന്ന ആലഞ്ചേരി പള്ളിയുടെ ചുറ്റുഭാഗത്ത് കാണുന്ന ഈ കാട്ടില് അവിടെ 6 അടി താഴ്ചയിൽ കൊണ്ട് വെച്ച് എല്ലാവരും പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അവസ്ഥ എന്താണ്?
ഇന്നലെ വരെ എന്നോട് തെറ്റുകൾ പിടിക്കുക, എന്റെ കൂട്ടുകാരനെ കാണാനില്ല, എന്റെ പിതാവിനെ കാണാനില്ല, എന്റെ മാതാവില്ല, എന്റെ ഭാര്യ സന്താനങ്ങളില്ല. ഞാൻ തലയിൽ വെച്ചാൽ പേനടിക്കും, തലയിൽ വെച്ചാൽ ഊമ്പലിക്കും എന്ന് വളർത്തിയ എന്റെ മക്കൾ എവിടെയാണ്? അവരാരുമില്ലാത്ത ആ ലോകത്തിന്റെ ഒന്നാമത്തെ കവാടമാകുന്ന ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ നിന്റെ രണ്ടാമത്തെ രേഖ എന്താണെന്ന് മഹാനായ ആ രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിക്കുകയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അവ്വലുമായി യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാം. ആ ഖബറിലേക്ക് നിന്നെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രേഖ ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യനെ, ഒരു അടിമയോട് ആദ്യമായി വിചാരണ ചെയ്യുന്ന അമൽ ഏതാണെന്ന് അറിയോ? മിൻ അമലിഹി അസ്സലാം. നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് സമാധാനമാണ് സഹോദരങ്ങളെ പറയുന്നത്? ഈ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചത് തന്നെ നമസ്കരിക്കാൻ വേണ്ടിയാണ്. ആ നമസ്കാരം സകാത്ത് ധനമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഹജ്ജ് ധനമുണ്ടെങ്കിൽ ചെയ്താൽ മതി, കഴിവുണ്ടെങ്കിൽ. പക്ഷേ നമസ്കാരം അങ്ങനെയല്ല. നിനക്ക് എന്താണ് നിൽക്കാൻ കഴിയില്ലേ ഇരിക്കുക, ഇരിക്കാൻ കഴിവില്ലേ നീ കിടക്കുക, കിടക്കാൻ നിനക്ക് കഴിയില്ല എങ്കിൽ നീ ഹൃദയത്തിലും നീ കണ്ണുകളുണ്ട് ആംഗ്യം കാണിച്ചും എങ്ങനെയായാലും നമസ്കാരം നീ ഒഴിവാക്കാൻ പാടുള്ള കാര്യമല്ല, ഒഴിവാക്കാൻ പാടുള്ള കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമസ്കാരത്തെ സംബന്ധിച്ച് മഹാന്മാരാകുന്ന മുൻദർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ? നമ്മൾ നമസ്കാരമുള്ളവരാകണം, അള്ളാഹുമായി ബന്ധമുള്ളവരാകണം. ഈ ദുനിയാവ് കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ലോകമാണ്. ഇവിടെ ബുദ്ധിമുട്ടില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ഒരാളും ജീവിക്കാൻ സാധ്യമല്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അതേ മനുഷ്യനെ ക്ലേശങ്ങളിൽ നിന്നുകൊണ്ട്, ക്ലേശങ്ങളെ കൊണ്ടാണ് അള്ളാഹു പഠിച്ചത്. ബുദ്ധിമുട്ട്, പണമുള്ളവർക്ക് രോഗം, രോഗമുള്ളവർക്ക് പണം, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ്. പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അള്ളാഹു നമുക്ക് രോഗം നൽകും, നമുക്ക് സമ്പത്തിൽ നമുക്ക് കുറവ് നൽകും, നമുക്ക് ജോലിയില്ലാതെ വിഷമിപ്പിക്കും. ഇതെല്ലാം മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതേ അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹു കൊടുക്കും, അനുഗ്രഹങ്ങളും കൊടുക്കും, അള്ളാഹുവിന്റെയും പരീക്ഷണങ്ങളും അള്ളാഹു നൽകും. ഈ അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തോഷം, നമ്മൾ നന്ദി ചെയ്ത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. ക്ഷമ കൈക്കൊണ്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലേ മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമിൽ പറയുന്നത്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യർക്ക് ലക്ഷ്യമുണ്ടാകണം, ലക്ഷ്യമില്ലാതെ നമ്മൾ ഇവിടെ ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ് കച്ചവടക്കാരന്റെ കഥ പറയാണ്. ഐസ് കച്ചവടക്കാരൻ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ഐസ് ഉണ്ടാക്കി വെച്ച് അതേ നേരം പുലർന്ന സമയത്ത് ഈ ഐസുമായി പട്ടണത്തിലേക്ക് പോവുകയാണ്. പുനലൂരിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ അവർ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഈ ഐസുകാരൻ ചിന്തിക്കുകയാണ്, ഞാൻ കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഐസ് വിൽക്കാം, കുറച്ചു കഴിഞ്ഞ് ഐസ് വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഐസ് കച്ചവടക്കാരൻ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ട്, അത്ഭുതങ്ങളെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന പല കാഴ്ചകളും കണ്ടങ്ങ സമയം പോയപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ചിന്ത വന്നുപോയി, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ആയുസം കൊണ്ട് വന്നതല്ലേ എന്ന് ചിന്തിച്ച് ആ മനുഷ്യൻ പെട്ടെന്ന് തന്റെ ആയുസിന്റെയും ആ ആയുസിന്റെ പെട്ടിയുടെയും അടുക്കലേക്ക് അതിവേഗം ഓടിപ്പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആയുസെല്ലാം മുരുകിയിട്ട് ഈർക്കിൽ മാത്രം കാണുന്ന അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം നെഞ്ചുപൊട്ടി കരയുകയാണ്. ഞാൻ എന്ത് സമാധാനം പറയും? എന്റെ മക്കൾ എന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭാര്യ എന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതേ അടുപ്പിൽ വെള്ളമിട്ട് തിളപ്പിച്ച് അരിയും കാത്തിരിക്കുന്ന ഭാര്യയും, പാപ്പ കൊണ്ടുവരുന്ന പലഹാരം കഴിക്കാൻ കാത്തിരിക്കുന്ന മക്കളും ബന്ധുക്കളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താ? ആ സമയത്ത് നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ്?
നമ്മുടെ ലക്ഷ്യം നമ്മൾ വിട്ടുപോയ മറന്നുപോയപ്പോ നമ്മൾ പരാജയപ്പെട്ട് അവിടെ നിന്നുകൊണ്ട് കൈ കടിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഒന്നാമത്തെ രേഖ കഴിഞ്ഞ് രണ്ടാമത്തെ രേഖ നമസ്കാരം. ആ നമസ്കാരമില്ലാത്ത ആളുകള് സബൂറിലും അതേ തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും അവർ ശപിക്കപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് എത്ര ആയുസ് നൽകിയിട്ടുണ്ട്? 60, 70 അല്ലാത്ത അതിനുമേൽ പ്രായമുള്ള എത്രയോ ആളുകൾ അള്ളാഹു ആയുരാരോഗ്യം ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്തും അള്ളാഹു നമുക്ക് വല്ലതും കുറവ് നൽകിയിട്ടുണ്ടോ? എത്ര കാരുണ്യവാനാണ് അവൻ! അള്ളാഹു എത്ര കാരുണ്യമുള്ളവനാണ്! നമസ്കരിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കാതെ നടന്ന എത്രയോ ആളുകൾക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അതല്ലേ മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറഞ്ഞത് എന്താ? വമാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി തങ്ങള് വഫാത്താകുന്ന സമയത്ത് ആയിഷ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കൊണ്ട് കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നു. ചുണ്ടുകൾ അനങ്ങുന്നു, പക്ഷേ സംസാരം പുറത്തു വരുന്നില്ല. ആ നബി തങ്ങൾ എന്തോ സംസാരിക്കുന്നു, ചുണ്ട് പുറത്തേക്ക് വരുന്നില്ല. നബി തങ്ങൾ ആംഗ്യം കാണിക്കുന്നു, ഒന്നു എടുത്തു കൊടുത്തു. നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അതേ ആരാണ്? അള്ളാഹുവിന്റെ ഹബീബിനോട് മഹാനായ അസ്രായിൽ വന്ന് പറയണോ, നബിയേ, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് നബിയേ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അവിടുത്തെ റൂമിനെ പിടിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് നബിയേ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആത്മാവിനെ പിടിക്കാമെന്ന് നേരത്തെ ചോദിച്ച ഒരേ ഒരു വ്യക്തി മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതേപോലെ ഒരു മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത്? ആരോടും അനുവാദം ചോദിച്ചു വരുന്ന ഒരാളല്ല ഇസ്രായേല്. എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. വീട്ടിൽ വെച്ചാണോ, കടലിൽ വെച്ചാണോ, വണ്ടിയിൽ വെച്ചാണോ, ഏത് സ്ഥലത്ത് വെച്ചാണോ നമ്മൾ മരിക്കുക എന്ന് അല്ലാഹു അല്ലാതെ ഒരാൾക്കും അറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അർഹമുർ റഹീമായ അല്ലാഹ് എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും അല്ലാഹ് നീ പരിപൂർണമായി ഈമാനോടുകൂടി അല്ലാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴായി മരണം എന്ന് പറയുക, വരിക എന്ന് പറയാ സാധ്യമല്ല. ചെറുപ്രായത്തിൽ വരാം. ചെറുപ്പക്കാരാകുന്ന എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, നമസ്കാരമില്ലാതെ, പള്ളിയുമായി ബന്ധമില്ലാതെ, മുതിർന്നവരെ ബഹുമാനിക്കാതെ, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, സ്നേഹിക്കാതെ, അതേ തന്നിഷ്ടം പോലെ നടക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പക്കാർക്കെല്ലാം നീ ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. മധ്യവയസ്സിൽ മരണപ്പെട്ടു പോകും. പ്രായം പിന്നെ പറയേണ്ടതില്ലല്ലോ, എപ്പോഴും മരണം കാത്തിരിക്കേണ്ടവരാ. അത് സുന്നത്താണ്, എപ്പോഴും മറക്കാൻ പാടില്ലാതെ. മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞ 2 കാര്യം ഉണ്ടാണോന്ന് അല്ലാഹു 2 മൗത്ത്. എപ്പോഴും നമ്മള് മറക്കാൻ പാടില്ലാത്ത 2 കാര്യം. ഒന്ന് അല്ലാഹ്, എപ്പോഴും നാം അല്ലാഹുവിനെ ഓർക്കണം. അതേപോലെ രണ്ടാമത്തെ കാര്യം മരണമാണ്. എത്രയോ ആളുകളെ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകളില്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? എത്രയോ സഹോദരങ്ങൾ, ചെറുപ്പക്കാരുണ്ട്, നമ്മളെപ്പോലെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് പോയവരാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് ആ കബറിൽ താമസിക്കുന്ന ആളുകള്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അതേ അനുവാദം ചോദിച്ച മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേറെ ഒരാളോടും ചോദിക്കുകയില്ല. അതാ പറഞ്ഞ ലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ആർക്കെങ്കിലും ശാശ്വതമായി ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നെങ്കിൽ
അർഹതയുണ്ടായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അത് നബിതങ്ങൾക്കായേനെ. ആ നബിതങ്ങൾ വരെ വഫാത്തായി പോയെങ്കിൽ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? ആ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അതേ സംസാരിക്കുന്ന സംസാരം പുറത്തേക്ക് വരുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുത്തെ ചെവി കൊണ്ട് നബിതങ്ങളുടെ ചെന്തുള്ളിന്റെ ഭാഗത്തേക്ക് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്കെന്താ? ഓ ഫാത്തിമ, മോളെ ഫാത്തിമ, മോളെ നീ എവിടെയാണെന്നല്ല നബിതങ്ങളുടെ അവസാനത്തെ കലിമ, അവസാനത്തെ വാക്കെന്താണ്? ഓ എന്റെ കണ്ണിന്റെ പുറമെയാകുന്ന ഹസൻ ഹുസൈനെ, മോനെ മക്കളെ നീ എവിടെയാ? എന്റെ അലിയാര് തങ്ങളെ നിങ്ങൾ എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ എവിടെയാണ് എന്നല്ല ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിലേക്ക് ആയിഷ ഉമ്മ അവിടുത്തെ ആ ചെവിയങ്ങ് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്കെന്താണ്? യാ ഉമ്മത്തി, യാ ഉമ്മത്തി, അസ്സലാ അസ്സലാ. ഓ എന്റെ സമുദായമേ, എന്റെ സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമസ്കാരത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമസ്കാരമില്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. നമസ്കാരമുള്ളവർക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടാകും. നമസ്കാരമില്ലാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവർക്ക് എന്റെ ശഫാഅത്ത് കിട്ടുകയില്ല കേട്ടോ. എന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് വേണോ? അത് നമസ്കാരമുള്ളവർക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോൾ നമസ്കാരമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതാ ഞാൻ ആദ്യം ഓതി വെച്ചത് ഇപ്പൊ വൈലുല്ലിൽ മുസല്ലിന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരമുള്ളവർക്കാൾ സർവനാശമുള്ളത്. എന്റെ നമസ്കാരം എന്താണ്? എന്റെ ഹൃദയമൊന്നും കിബറാണ്, അഹങ്കാരമാണ്. ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്തയാണ് എന്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ അതേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരം വന്നുപോയാൽ, കിബർ വന്നുപോയാൽ അവർക്ക് സ്വർഗം കിട്ടൂല കേട്ടോ. കുടുംബ പാരമ്പര്യം കൊണ്ട്, സമ്പത്തിന്റെ പേരില്, അതേ പൊളിറ്റിക്കൽ പവറിന്റെ പേരില്, അങ്ങനെ പലതിന്റെ പേരിലും ആർക്കെങ്കിലും ഹൃദയത്തില് ഈ കിബർ വന്നുപോയാൽ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗപ്രവേശനം കിട്ടുകയില്ല. ഇന്ന് ഈമാനുള്ളവരുണ്ടോ? ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ കഥ എന്താണ്? ആർക്കാണ് ഈമാനികമായ ആവശ്യമുള്ളത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകൾ ജീവിതവും കൊടുത്ത് അതേ പടുത്തുയർത്തിയ പരിശുദ്ധമായ ഇസ്ലാം. നമ്മൾ മുസ്ലിമാണെന്ന് നമ്മൾ വാദിക്കുന്നു. നമ്മൾ മുസ്ലിമാണോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ മുസ്ലിമാണോ? മുസ്ലിമാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവർ എത്രയാണ്? അവർ എന്തെല്ലാം ത്യാഗം സഹിച്ചു പോയവരാണ്. ഇസ്ലാമിന് വേണ്ടി അവർ ധനം കൊടുത്തവരല്ലേ. അതേ മക്കയിലെ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് അവിടെ മുഖം മറിക്കുന്ന സമയത്ത് കാല് വെളിവാകും. കാല് മറിക്കുമ്പോൾ തല വെളിവാകുന്ന രൂപത്തിൽ കഫൻ തുണി കിട്ടിയുള്ളൂ. അങ്ങനെ ദാരിദ്ര്യത്തോടുകൂടി വഫാത്തായി പോയ ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ അവരുടെ സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചവരാണ്. നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ സംഭാവന ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രശസ്തിക്ക് വേണ്ടി ചിലപ്പോൾ പൈസ കൊടുക്കുന്നവരുണ്ടാകും. ഇവിടെയല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാകും. എന്റെ പെറ്റ ഉമ്മ, എന്റെ ഉമ്മ പെറ്റു വളർത്തി എന്നെ വലുതാക്കി എന്റെ ഉമ്മ, അതേ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. എന്റെ പിതാവുണ്ടല്ലോ, എന്റെ പിതാവിന്റെ നരമ്പുകൾ അത് ചുരുങ്ങിപ്പോയത്, അദ്ദേഹത്തിന്റെ എല്ലുകൾ പുറത്തേക്ക് കാണപ്പെട്ടത് ഞങ്ങൾ മക്കളാകുന്ന നമ്മളെ പോറ്റാൻ വേണ്ടിയല്ലേ? നമ്മുടെയൊക്കെ പിതാക്കന്മാര് കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയല്ലേ? അവർ തിന്നാതെ കുടിക്കാതെയല്ലേ നമ്മളെ വളർത്തിയത്? അവർക്ക് കിട്ടുന്ന ആഹാരം നമുക്ക് തന്നവരല്ലേ?
നമുക്ക് അല്ലാഹു റഹ്മത്ത് തന്നപ്പോ എന്റെ ഉമ്മായും എന്റെ പാപ്പായും മരണപ്പെട്ടു പോയി. അവർക്ക് നല്ലൊരു വാഹനത്തിൽ കയറാൻ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നല്ലൊരു വസ്ത്രം ധരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മരണപ്പെട്ടു പോയ നമ്മുടെയൊക്കെ പിതാക്കന്മാരല്ലേ ഈ കാണുന്ന കബറുകളിൽ കിടന്നുറങ്ങുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നമ്മള് നല്ല സുഖലോലുപനായി നമ്മൾ ആഹാരം കഴിച്ചു വളരുമ്പോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള് ആ ഖബറിൽ അവരുണ്ട്, ഈ ഖബറിലുണ്ട്. വെള്ളിയാഴ്ച ദിവസം ആ ഖബറിൽ കിടക്കുന്ന മാതാവും പിതാവും ചിന്തിക്കുകയാണ്, ഇന്നെന്റെ മകൻ ഈ പള്ളിയിൽ വരും, ജുമാ നമസ്കരിക്കാൻ വരും. അവൻ എന്റെ ചാരെ വന്നുകൊണ്ട് സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യും. അതേ ദുആയ്ക്ക് വേണ്ടി വെപ്രാളം കൊള്ളുന്ന കാത്തിരിക്കുന്നവരാണ് ഖബറാളികള്. ഭക്ഷണത്തളികയിലേക്ക് വിശന്നിരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരു ഭക്ഷണത്തളിക വന്നാൽ എത്ര കാലമാണോ അവന് കാത്തി, അതേപോലെ ആയിരിക്കും ആ ഉമ്മയുടെയും പാപ്പയുടെയും ഖബറ്. എന്റെ മകനെ, ആ മക്കൾ വന്നു ഒന്ന് സലാം പറയാൻ ഞാൻ എല്ലാ ദിവസവും ഒന്നുമല്ലെങ്കിൽ എന്റെ പിതാവിന് വേണ്ടി നമ്മൾ ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ മക്കളെ കൊണ്ട് എന്ത് ഗുണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത്? ആ ഖബറിൽ കിടക്കുന്ന ആരുടെയും സഹായമില്ലാതെ കിടക്കുന്ന നമ്മുടെ മുൻഗാമികള്, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്? അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യലല്ലേ? എന്തെങ്കിലും സദഖകൾ ഹദിയകൾ കൊടുത്ത് അവരെ ആ ഖബറിലേക്ക്, അതിനെ സവാബിനെ അവരിലേക്ക് ചേർക്കുകയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിസരത്തും മറ്റുള്ള മഹല്ലുകളിലും കിടക്കുന്ന ഒരുപാട് പിതാക്കന്മാർ, സഹോദരങ്ങള്, അവർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആ പിതാക്കന്മാർക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, അവരെത്ര കഷ്ടപ്പെട്ടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോയത്. നമുക്ക് എന്ത് കഷ്ടപ്പാടാണുള്ളത്? നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾ എന്ത് ദീനാണ് നമുക്കുള്ളത്? നമസ്കരിക്കാൻ പോലും കൂട്ടാക്കാത്ത നമ്മൾ മുസ്ലിമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, നമസ്കരിക്കുമ്പോൾ ഇന്ന് പള്ളികള് കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇന്ന് ഈ ഇത്രയും വർഷമായിട്ട് പോലും പള്ളിയിൽ വന്നിട്ടില്ല. എന്തിനു വേണ്ടിയാണ്? നമസ്കാരം അല്ലാഹു നമുക്ക് നൽകും. നമുക്ക് അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും, രോഗം നൽകും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്ന സമയത്ത് ബാങ്കിന്റെ വിളി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോയപ്പോ രണ്ട് സ്വഹാബത്തിന്റെ കഴുത്തിൽ കൈയിട്ട് കൊണ്ടാണ് പോയത്. നിബിതങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിബിതങ്ങൾക്ക് അങ്ങനെ അമൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ടും നിബിതങ്ങള് രണ്ട് സ്വഹാബത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിയുടെ കാല് ആ മണ്ണിൽ ഇങ്ങനെ ഉരഞ്ഞാ പോയത്. പള്ളിയുടെ മുമ്പ് വരെയും ഒരു വരയായി റസൂലുള്ളാഹിയുടെ കാലിന്റെ വരകളായി കാണാം. എന്തു വെച്ചാൽ ആ കാല് പൊക്കി വെച്ച് നടക്കാൻ പറ്റാത്ത അത്രയും കഴിവില്ലാതെ ഇരുന്നപ്പോഴും ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുയായികളല്ലേ ഞാനും നിങ്ങളും. നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള വിളിയാനം കേൾക്കുമ്പോ നമ്മള് പോകാറില്ല. ഈ കാണുന്ന ഖബറും വിളിക്കുകയാണ്. ആ ഖബർ വിളിക്കാൻ വലാ തംസി ഫിൽ അർളി മർഹാ. അഹങ്കാരിയായി നടക്കുന്ന ചെറുപ്പക്കാരാ, നീ നാളെ ഇങ്ങോട്ടല്ലേ വരുന്നത്? അതല്ലേ ഒരു ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് നബി തങ്ങൾ പൊട്ടിക്കഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. ആരായാലും ഒരു ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ജനാസ കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹ് ഒരാളുടെ ഖബറിനും അതേ ആ ഖബർ രണ്ട് ഭാഗത്ത് ചേർത്തിട്ടില്ലാതെ ഒരു ഖബറും ഇന്ന് വരെ പോയിട്ടില്ല. നമ്മുടെ ഖബറ് എന്നെയും നിങ്ങളെയും കൊണ്ടുവെക്കേണ്ട ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ രണ്ട് പാർശ്വഭാഗങ്ങള് ഒന്നിങ്ങനെ കൂട്ടി നമ്മളെ പിടിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മുടെ എന്നെല്ലാം മുരുങ്ങി പൊട്ടിപ്പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ദുആ ചെയ്യാൻ നമ്മള് തയ്യാറാണോ? അതിലെ നമസ്കാരത്തിൽ അത്തഹിയ്യാത്ത് കഴിഞ്ഞാലുള്ള ദുആയിൽ
ആ ഖബറിന്റെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവേ ഖബർ, അദാബിൽ ഖബർ, ആ ഖബറിന്റെ ഇരുട്ടിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന് നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകള് ലേ, നമ്മളെ എത്രയോ സഹോദരങ്ങള് അവരെ ഇന്ന് ഈ കാണുന്ന ഖബറുകളിലുണ്ട്. നമ്മളും പോകേണ്ടവരാണ്. ഞാൻ എന്റെ പിതാവിനെ യാത്രയാക്കിയവരാണ്, മക്കളെ യാത്രയാക്കിയവരുണ്ട്, പിതാക്കന്മാരെ യാത്രയാക്കിയവരുണ്ട്, ഭാര്യമാരെ യാത്രയാക്കിയവര്, അതേ സഹോദരങ്ങളെ ഉസ്താദുമാരെ യാത്രയാക്കിയവരാണ്. ഈ ഇരിക്കുന്നവരിൽ പലരും ഇനി നമ്മളെയും യാത്രയാക്കാൻ വേറൊരു കൂട്ടം ആളുകളുണ്ട്. നമ്മളും യാത്ര പോകേണ്ടവരാ, ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയാ. ആ യാത്ര വിജയിക്കുന്ന യാത്രയാകണം. ആ യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ കണ്ടില്ലേ, ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് കത്തിമൂനി കത്തിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമ്പോ വേറെ ഒരു മയ്യത്തുണ്ട്, അയിന തദ്ഹബൂന ബിഹാ, നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകരുത്, ആ ഖബറിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകരുത് എന്ന് ആ ഖബറിൽ ആ മയ്യത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ ആ ആളുകൾ നമ്മൾ പെടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മോനികളെ, കത്തിമോനി കത്തിമോനി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നെ പെട്ടെന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോ. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഈ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാകട്ടെ. ചെറുമകൻ സൽമാൻ ഖാൻ പോലീസ് ടെസ്റ്റിൽ പാസ്സാവാൻ ദുആ ചെയ്യാൻ ഒരു സഹോദരി 201 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജമാഅത്ത് മുൻപരിപാലന സംഘം അംഗവും പുനരൂർ ചമ്മന്തൂർ കൊച്ചുകമ്മിറ്റിയിൽ മരണപ്പെട്ട കെ കലാമിന്റെയും മഹലിലെ മുഴുവൻ കബറാളികളുടെയും മഹ്ഫറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മള് ഈ ചെയ്യുന്ന സംഭാവന നമ്മളെ മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ ഇതിലേക്ക് ഇടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ, മരണപ്പെട്ടുപോയ ആ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ, ഈ ദിവസം കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ആ നമ്മളെ ഹദിയ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല ആ സദഖത്തുൽ ബല, ഇനി വരുന്ന ബലാകളെ, ഇനി വരുന്ന ബല റദ്ദുൽ ബല, ചിലപ്പോൾ അപകടങ്ങളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വേറെ അദാബുകള്, മക്കളിൽ ഉണ്ടാകുന്ന അദാബുകള്, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു മുക്തമാക്കുന്ന ഒരേ ഒരു അമല് സദഖയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്ന എല്ലാ സദഖയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അർഹമുർ റഹീമായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 101 രൂപ സഹോദരൻ ദുആ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ട ഹൈദോസ് മുസ്ലിയാരുടെ മഗ്ഫിറത്തിന് വേണ്ടിയും കൂടാതെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ 2000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുഖമില്ലാതിരിക്കുന്ന ഹനീഫ സാഹിബിന്റെയും ഗൾഫിൽ നിൽക്കുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഗൾഫിൽ നിൽക്കുന്ന സഹോദരിയുടെ അസുഖം മാറാനും കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ, അസുഖബാധിതരായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, സുഖമില്ലാതെ കിടക്കുന്നവർ, അതുപോലെ സാധു സംരക്ഷണ പെൻഷൻ കൊടുക്കുന്നവർ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർ, ഒരുപാട് ആളുകൾ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഭാസ്കർ എന്ന സഹോദരൻ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. ചികിത്സാ സഹായത്തിനായി അദ്ദേഹവും ഭാര്യയും പുറത്തു നിൽപ്പുണ്ട്. എല്ലാവരും സഹായിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد النبي الامي وعلى اله وصحبه وسلم. الرحمن الرحيم يا الله، ملك الملوك يا الله، راج السيد يا الله، مسبب الاسباب يا الله, കരുണ കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, പടച്ചവരെ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങള് അല്ലാഹ്, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട്
ഉദ്ദേശങ്ങളുമായി വന്ന സഹോദരങ്ങൾ അല്ലാഹുവേ, രോഗം കൊണ്ട് വലയുന്നവര്, അല്ലാഹുവേ, ജോലിയില്ലാതെ വിശ്രമിക്കുന്നവര്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവര്, ശാരീരിക സുഖമില്ലാത്തവര്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ഉള്ളവരാണ് റബ്ബേ. എല്ലാ ഹൃദയങ്ങളും അറിയുന്ന നാഥാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ആ സദക്കയുടെ പ്രതിഫലം റബ്ബേ ഞങ്ങളെ ഈ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഉറ്റവരുടയവരുടെ ഖബറിലേക്ക് അല്ലാ നീ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അവിടെ നിന്നുകൊണ്ട് ആ ഉമ്മ, പിതാവ്, മക്കള് ചിന്തിക്കാറ് എന്റെ പിതാവ്, എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ മക്കൾ ചെയ്ത ആ നന്മയാണ് എന്റെ ഖബറിലേക്ക് വന്നതെന്നുള്ള ചിന്ത ഉമ്മയ്ക്കുണ്ടാകും. ആ ഖബറാളികൾ കൊണ്ട് അല്ലാ അതേ രൂപത്തിൽ അല്ലാ ഞങ്ങൾ ചെയ്യുന്ന സംഭാവനകളെല്ലാം ആ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആരുടെയും സഹായമില്ലാതെ ആ കിടക്കുന്ന ഇരുട്ടിൽ റബ്ബേ ഞങ്ങൾക്ക് ഭാര്യമാര് കൂട്ടിനുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഉസ്താദുമാരുണ്ട് അല്ലാ, ഞങ്ങൾക്ക് മക്കളുണ്ട് റബ്ബേ, കൂട്ടിന് കുടുംബക്കാരുണ്ട് റബ്ബേ. ആരുടെയും കൂട്ടില്ലാതെ റബ്ബേ ആ കവറുന്ന വീട്ടിൽ കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും കബറാളികൾക്ക് ശിക്ഷ കിട്ടുന്നെങ്കിൽ റബ്ബേ ഈ പുണ്യമായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ ഒഴിവാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവര്, അല്ലാഹുവേ മഗ്ഫിറത്തിന് വേണ്ടി പറഞ്ഞവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ കലാം സാഹിബിന്റെ ഖബറിടം അല്ലാഹുവേ, തൊട്ടുമുകളിൽ മരണപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാര്, അർഹമർ റഹീമേ, ഇവിടെ കിടക്കുന്ന എല്ലാ മുഅ്മിനീകൾക്കും അല്ലാ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങൾ പോകേണ്ടവരാണ് റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം ബാധിച്ച ഒരുപാട് ചെറുപ്പക്കാർ സഹോദരിമാരല്ല, അവർക്ക് നീ പരിപൂർണമായ ശമനം നൽകണേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മരണപ്പെട്ടു പോകുന്ന ഒരു മരണം നീ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ. പ്രഷർ താഴ്ന്ന ഷുഗർ കൂടിയും അല്ലാഹുവേ ഞങ്ങൾ നീ തളർത്തല്ല റബ്ബേ, ഞങ്ങൾ തളർത്തല്ലേ അല്ലാ. തളർന്നു പോകുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകല്ലേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഒരു പിതാവിനും നൽകല്ലേ റബ്ബേ, ഒരു സഹോദരനും നൽകല്ലേ അല്ലാ. ഈ ശബ്ദം കേട്ട് ആമീൻ പറയുന്ന ഉമ്മമാർ, സഹോദരന്മാർക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നൽകല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ സമ്പത്ത് ഞങ്ങളെ മക്കളാണല്ലാ. ആ മക്കളെ നന്നാക്കി തരണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാക്കല്ലേ അല്ലാ, മാതാപിതാക്കളെ ആക്രമിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിനെതിരെ സംസാരിക്കുന്നവരാക്കല്ലേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ, ഹാഫിദീങ്ങളും ദാക്കിരീങ്ങളും ആക്കി തരണേ അല്ലാ. അല്ലാഹുവേ, കൂടിയ ഈ സഹോദരങ്ങളെയും ഞങ്ങളെയും ഇതേപോലെ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പള്ളി പരിപാലകരുണ്ട് റബ്ബേ, അവർക്ക് നീ ഖൈർ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പള്ളി മക്കളിലേക്ക് പൈസ സംഭാവന ചെയ്തവരും എത്രയാണെന്ന് എനിക്കറിയാമല്ലോ റബ്ബേ, അതെല്ലാം നീ സ്വീകരിക്കണം അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അത് കാരണമായി റബ്ബേ ഞങ്ങൾ ബലാകളും ആപത്തുകളും ഇടങ്ങേറുകളും മുസീബത്തുകളും അല്ലാഹുവേ കണ്ണീറുകൾ കമ്പേറുകൾ കുച്ചനേർച്ചകൾ പിരാക്ക് ദോഷങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അല്ലാഹുവേ മുസ്ലിം സമുദായം വലിയ അക്രമത്തിന് ഇരയാവുകയാണല്ലാ. പടച്ചവനെ, പൗരത്വത്തിന്റെ പേരില്, സയ്യാറിന്റെ പേരില് അല്ലാഹുവേ ബംഗ്ലാദേശികളിൽ ഒരുപാട് മുസ്ലിം വീടുകള്, പള്ളികൾ ഇടിച്ചുകൊണ്ട് നിരത്തി റബ്ബേ. അതിന്റെ മുന്നോടിയായി ഞങ്ങളെ കേരളത്തിൽ റബ്ബേ ഇവിടെയും SIR പിന്നിലുണ്ടോ റബ്ബേ. അർഹമർ റഹീമായ റബ്ബേ, മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ദുഷിച്ച ഭരണാധികാരികൾക്ക്, അധികാരികളാകുന്ന ഭരണാധികാരികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹുവേ ഫറോവ ചക്രവർത്തിയുടെ ജഡം നൂറ്റാണ്ടുകളോളം കടലിൽ നീ സൂക്ഷിച്ചവരാണ് അല്ലാഹ്. അത് നീ
പള്ളിക്കില്ലേ മ്യൂസിയത്തിലുണ്ടല്ലോ റബ്ബേ, ഒരു കേടുപാടുകളുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ അതേ ദുഷിച്ച ഭരണാധികാരികൾക്ക് പാഠത്തിന് വേണ്ടി നീ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളെ ഭരണാധികാരികൾക്ക് അല്ലാ നീ ബുദ്ധിയും എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അല്ലാഹുവേ, മതത്തിന് യോജിക്കുന്ന രൂപത്തില് അല്ലാഹുവേ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഭരിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്ന ഒരു ഭാഗം ആളുകള് അല്ലാഹുവേ നീ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഗസ്സയിലെ മക്കൾ റബ്ബേ പൊട്ടിത്തെറിക്കുകയാണ് റബ്ബേ. ഉമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് പാല് കുടിക്കുന്ന മക്കള് റബ്ബേ അല്ലാഹുവേ ചന്ന ഭിന്നങ്ങളായി കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുന്നു അല്ലാ. അവര് നിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവേ മുസ്ലിമായതിന്റെ പേരിൽ അവര് അഭിമാനത്തോട് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, മുസ്ലിം എന്ന് പറയുന്ന ഞങ്ങള് എന്ത് ത്യാഗമാണ് അല്ലാഹ് സഹിച്ചിട്ടുള്ളത് റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ ആയുരാരോഗ്യവും ദീർഘായുസ്സും ഇൽമിൽ ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഫദ്ലി റസൂലില്ലാഹി